പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, കെം ടോക്കിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം. +2 പരീക്ഷ മാർച്ച് 17 ആരംഭിക്കുകയാണല്ലോ. കോവിഡിൻ്റെ പ്രതിസന്ധിയിലൂടെ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിൽ ഓരോ വിഷയത്തിനും ഫോക്കസ് ഏരിയ നിർണയിച്ച് തന്നിരിക്കുകയാണ്. എല്ലാ ടോപ്പിക്കും കൂടെ പഠിക്കുക എന്ന് പറയുന്നത് ഈ ഒരു വർഷം സാധ്യമല്ലാത്ത വിധം നിരവധി പ്രതിസന്ധികൾ നാം നേരിട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ വിഷയത്തിനും പഠിക്കേണ്ട ഫോക്കസ് ഏരിയകൾ നിർണ്ണയിക്കപ്പെട്ടിട്ടുണ്ട്. കെമിസ്ട്രിയിൽ ഏതൊക്കെയാണ് ഫോക്കസ് ഏരിയ എന്നാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. 2ാം വർഷ കെമിസ്ട്രിയിലെ ആദ്യ ചാപ്റ്ററാണ് സോളിഡ് സ്റ്റേറ്റ്. സോളിഡ് സ്റ്റേറ്റിലെ 7 ഫോക്കസ് ഏരിയകളാണ് നിർണ്ണയിക്കപ്പെട്ടത്. സ്വാഭാവികമായും ആ ഫോക്കസ് ഏരിയയെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ പഠിക്കുമ്പോൾ അതിൽ നിന്ന് ക്വസ്റ്റ്യൻ വരും എന്ന് നമുക്ക് തീർച്ചയായും പ്രതീക്ഷിക്കാം. അതോടൊപ്പം തന്നെ കുറേ ഓപ്ഷൻസ് ക്വസ്റ്റ്യനുകൾ നമുക്ക് ലഭിക്കുമ്പോൾ നമുക്ക് എങ്ങനെയായാലും 100% മാർക്ക് ലഭിക്കാനുള്ള സാധ്യതയുണ്ട് എന്നും കൂടെ എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ മനസ്സിലാക്കണം. അപ്പോൾ നമുക്ക് വരാം ഒന്നാമത്തെ ചാപ്റ്റർ. 7 ഫോക്കസ് ഏരിയകളാണ് അതിലുള്ളത് സോളിഡ് സ്റ്റേറ്റിൽ. എല്ലാവരും സ്ക്രീനിലേക്ക് നോക്കുക. അതിലാദ്യത്തെ ടോപ്പിക്ക് അമോർഫസ് ആൻഡ് ക്രിസ്റ്റലൈൻ സോളിഡിൻ്റെ ഡിഫറൻസ് ആണ്. 2ാമത്തെ ഫോക്കസ് ഏരിയ ക്രിസ്റ്റൽ ലാറ്റീസും യൂണിറ്റ് സെല്ലും എന്താണ് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. യൂണിറ്റ് സെല്ലിൻ്റെ ഒരു എക്സാമ്പിൾ ക്യൂബിക് സെല്ലാണ്. ആ ക്യൂബിക് സെല്ലിൻ്റെ പ്രത്യേകത നമ്മൾ അറിഞ്ഞിരിക്കുക. അതോടൊപ്പം തന്നെ ക്യൂബിക് സിസ്റ്റം 3 ടൈപ്പ് ഉണ്ട്. ഒന്ന് സിമ്പിൾ ക്യൂബ്, ബോഡി സെൻറ്റേർഡ് ക്യൂബ്, ഫേസ് സെൻറ്റേർഡ് ക്യൂബ്. അതിലൊക്കെയുള്ള നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് കാൽക്കുലേറ്റ് ചെയ്യാൻ അറിഞ്ഞിരിക്കണം. 4ാമത്തെ ടോപ്പിക്ക് ക്ലോസ് പാക്ക്ഡ് സ്ട്രക്ചറാണ്. സ്ക്വയർ ക്ലോസ് പാക്കിംഗ്, ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ്, എ ബി ടൈപ്പ് ക്ലോസ് പാക്കിംഗ്, എ ബി സി ടൈപ്പ് ക്ലോസ് പാക്കിംഗ്. ഇത് അറിഞ്ഞിരിക്കുക. ഓക്കെ. അടുത്തത് ഇംപെർഫെക്ഷൻ ഇൻ സോളിഡാണ്. ഇംപെർഫെക്ഷൻസ് ഇൻ സോളിഡ് പറയുമ്പോൾ ഷോർട്ട് കീ ഡിഫക്റ്റും ഫ്രങ്കൽ ഡിഫക്റ്റും തമ്മിലുള്ള വ്യത്യാസവും അതിൻ്റെ ചിത്രവും അറിഞ്ഞിരിക്കണം. ഓക്കെ. അതോടൊപ്പം തന്നെ എഫ് സെൻറ്റർ എന്താണ് എന്ന് അറിഞ്ഞിരിക്കണം. ഈ 3 പോയിൻറ്റിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും ഇംപെർഫെക്ഷൻ ഇൻ സോളിഡ് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. അടുത്തത് ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസാണ്. നമുക്കറിയാം സോളിഡിൻ്റെ ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസ് 3 ആക്കി തിരിക്കാം. ഇൻസുലേറ്റർ, സെമി കണ്ടക്ടർ, അതുപോലെ കണ്ടക്ടർ. അവയെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു തിയറിയാണ് ബാൻഡ് തിയറി. അതിൽ വരണം. അടുത്ത 7ാമത്തെ ടോപ്പിക്കാണ് മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്. മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ് നമുക്കറിയാം. സോളിഡിനെ മാഗ്നറ്റിക് പ്രോപ്പർട്ടിയെ ബേസ് ചെയ്തുകൊണ്ട് 5 ആക്കി തിരിച്ചിട്ടുണ്ട്. ഫെറോ മാഗ്നറ്റിക്, ഫെറി മാഗ്നറ്റിക്, ആൻറ്റി ഫെറോ മാഗ്നറ്റിക്, ഡയാമാഗ്നറ്റിക്, പാരാമാഗ്നറ്റിക്. അതിനൊക്കെ ഒരു എക്സാമ്പിളും അതിൻ്റെ ഒരു പ്രോപ്പർട്ടിയെങ്കിലും മിനിമം അറിഞ്ഞിരിക്കണം. ഫെറോ മാഗ്നറ്റിസവും ഫെറി മാഗ്നറ്റിസവും അതുപോലെ ആൻറ്റി ഫെറോ മാഗ്നറ്റിസത്തിൻ്റെയും ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷനും അറിഞ്ഞിരിക്കണം. അതിൻ്റെ ആരോ മാർക്ക് വെച്ചുകൊണ്ടുള്ള ചിത്രം. ഓക്കെ. നമുക്ക് അടുത്ത ചാപ്റ്ററിലേക്ക് വരാം. സൊല്യൂഷൻ എന്ന ചാപ്റ്ററിൽ വെറും 4 ടോപ്പിക്കുകൾ മാത്രമാണ് ഫോക്കസ് ഏരിയയായി നിർണ്ണയിച്ചിരിക്കുന്നത്. അത് ഒന്ന് സോലിബിലിറ്റി ഓഫ് ഗ്യാസ് ഇൻ ലിക്വിഡാണ്. അറിയാലോ, സോലിബിലിറ്റി ഓഫ് ഗ്യാസ് ലിക്വിഡിൽ ഡിസോൾവ് ചെയ്യും. അങ്ങനെയാണല്ലോ സോഡ ഉണ്ടാവുന്നത്. ആ സോഡയുടെ പ്രിപ്പറേഷനിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ലോയുണ്ട്, ഹെൻട്രീസ് ലോ ആണ്. അതറിഞ്ഞിരിക്കണം. അടുത്തത് വേപ്പർ പ്രഷർ ഓഫ് ലിക്വിഡ് സൊല്യൂഷൻ. ലിക്വിഡ് സൊല്യൂഷൻ്റെ വേപ്പർ പ്രഷറിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള കാര്യം ഹെൻട്രീസ് ലോ ഒക്കെ അതുമായി ബന്ധപ്പെട്ട് വരുന്നതാണ്. ആ ഹെൻട്രീസ് ലോ അല്ല, റാവോട്ട്സ് ലോ. റാവോട്ട്സ് ലോയെ ബേസ് ചെയ്തുകൊണ്ട് സൊല്യൂഷനെ 2 ആക്കി തിരിക്കാം. ഐഡിയൽ സൊല്യൂഷനും നോൺ ഐഡിയൽ സൊല്യൂഷനും. അതിൻ്റെ ഗ്രാഫും കൂടെ അറിഞ്ഞിരിക്കണം. അതിന് ഓരോന്നിനും എക്സാമ്പിളും പഠിച്ചു വെക്കണം. ഓക്കെ. ഇനി കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയാണ്. കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി 4 ഉണ്ട്. 4 അറിഞ്ഞിരിക്കണം. അതിൻ്റെ ഇക്വേഷൻസ് അറിഞ്ഞിരിക്കണം. ഓരോ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസിനും ഇക്വേഷൻസ് ഉണ്ട്. ആ ഇക്വേഷനെ ബേസ് ചെയ്തുകൊണ്ട് മോളാർ മാസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന കാര്യവും. ഇങ്ങനെ 4 ടോപ്പിക്കുകളാണ് സൊല്യൂഷൻ എന്ന ചാപ്റ്ററിലുള്ളത്. 3ാമത്തെ ചാപ്റ്റർ ഇലക്ട്രോ കെമിസ്ട്രി. വെറും 4 ടോപ്പിക്കുകളാണ് 5 ടോപ്പിക്കുകളാണ് ഇലക്ട്രോ കെമിസ്ട്രിയിൽ വന്നിരിക്കുന്നത്. വളരെ സിമ്പിളായി മനസ്സിലാക്കാൻ കാര്യം. ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് നേഴ്സ്റ്റ് ഇക്വേഷൻ എന്താണ്.
നെക്സ്റ്റ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോഡ് പൊട്ടൻഷ്യലും കോൺസെൻട്രേഷൻ ഓഫ് ഇലക്ട്രോലൈറ്റും തമ്മിലുള്ള റിലേഷനാണ്. ആ ഇക്വേഷൻ പഠിച്ചു വെക്കണം. അതുപോലെ കണ്ടക്ടിവിറ്റിയും മോളാർ കണ്ടക്ടിവിറ്റിയും എങ്ങനെയാണ് കോൺസെൻട്രേഷൻ അനുസരിച്ച് മാറുന്നത് എന്നറിഞ്ഞിരിക്കണം. ഓക്കെ. അടുത്ത ബാറ്ററി 2 ടൈപ്പ് ഉണ്ട്, പ്രൈമറിയും സെക്കൻഡറിയും. അതെന്താണ് അവ തമ്മിലുള്ള വ്യത്യാസം അറിഞ്ഞിരിക്കണം. ഫ്യൂവൽ സെല്ലിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. ഫ്യൂവൽ സെല്ല് 3 കമ്പാർട്ട്മെൻറ്റുള്ള ഫ്യൂവൽ സെൽ. അതിന് എക്സാമ്പിളാണ് ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂവൽ സെൽ. കൊറോഷൻ നമുക്കറിയാം, ഇരുമ്പ് തുരുമ്പ് പിടിക്കുന്നത് എങ്ങനെയാണ് എന്ന് പറയുന്ന ഒരു തിയറിയുണ്ട്. ഇലക്ട്രോ കെമിക്കൽ തിയറി ഓഫ് റസ്റ്റിംഗ് ആണ്. അതൊന്ന് ജസ്റ്റ് അറിഞ്ഞിരിക്കുക. കൊറോഷനെ പ്രതിരോധിക്കാനുള്ള മാർഗങ്ങളും അറിഞ്ഞിരിക്കുക. ഇതാണ് ഇലക്ട്രോ കെമിസ്ട്രിയിൽ നമുക്ക് പഠിക്കേണ്ട ഫോക്കസ് പോയിൻറ്റുകൾ. അടുത്ത കെമിക്കൽ കൈനറ്റിക്സിൽ 4 പോയിൻറ്റുകളാണ് പറഞ്ഞിരിക്കുന്നത്. റേറ്റ് ഓഫ് റിയാക്ഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? ടെമ്പറേച്ചറുണ്ട്, പ്രഷറുണ്ട്, കോൺസെൻട്രേഷനുണ്ട്, അല്ലേ? അതുപോലെ കാറ്റലിസ്റ്റ് ഉണ്ട്. ഇതൊക്കെ അറിയാം. അടുത്തത് ഫസ്റ്റ് ഓർഡർ റിയാക്ഷനും അതിൻ്റെ ഹാഫ് ലൈഫ് പീരിയഡും കാണുന്ന ഇക്വേഷൻസ് അറിഞ്ഞിരിക്കണം. ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. അതുപോലെ സ്യൂഡോ ഓർഡർ റിയാക്ഷൻ, അതായത് സ്യൂഡോ ഓർഡർ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ വിചാരിക്കും ഹയർ ഓർഡർ ആണെന്ന്, പക്ഷേ യഥാർത്ഥത്തിൽ ലോവർ ഓർഡർ ആയിരിക്കും. അങ്ങനെയുള്ള റിയാക്ഷൻസിനെ സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ എന്ന് പറയും. ഓക്കെ. അടുത്ത ടെമ്പറേച്ചർ റേറ്റ് ഇക്വേഷൻ എന്ന് പറയുന്ന അറീനിയസ് ഇക്വേഷനാണ്. അറീനിയസ് ഇക്വേഷൻ പഠിച്ചു വെച്ചാൽ മതി. റേറ്റ് ഈക്വൽ ടു കെ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻറ്റ് റേസ് ടു എൻ എന്ന് പറയുന്ന ഇക്വേഷൻ റേറ്റ് ലോ ആണ്. എന്നാൽ അറീനിയസിൻ്റെ ഇക്വേഷൻ എന്താണ്? ഓർക്കുന്നുണ്ടോ? കെ ഈക്വൽ ടു എ ഇൻറ്റു ഇ റൈസ് ടു മൈനസ് ഇ എ ബൈ ആർ ടി. ആ ഇക്വേഷൻ പഠിച്ചു വെക്കണം. റെഡി? അത് വെച്ചിട്ടുള്ള പ്രോബ്ലംസൊക്കെ ഉണ്ട്, മനസ്സിലാക്കി വെക്കുക. ഓക്കെ. അടുത്ത സർഫസ് കെമിസ്ട്രിയിലാണ്. 4 ടോപ്പിക്കുകളെ നമുക്ക് സർഫസ് കെമിസ്ട്രിയിൽ അറിഞ്ഞിരിക്കേണ്ടതുള്ളൂ. ഒന്ന്, അഡ്സോർപ്ഷൻ എന്താണ്? കാറ്റാലിസിസ് എന്താണ്? കാറ്റാലിസിസ് 2 ടൈപ്പ് ഉണ്ട്, ഹോമോജീനിയസ് കാറ്റാലിസിസും ഹെട്രോജീനിയസ് കാറ്റാലിസിസും. ഒരു എക്സാമ്പിൾ അറിഞ്ഞിരിക്കുക. കൊളോയിഡ്സിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, അല്ലേ? ലിയോഫിലിക്, ലയോഫോബിക് കൊളോയിഡ്, അത് മനസ്സിലാക്കിയിരിക്കുക. അടുത്ത എമൾഷൻ 2 ടൈപ്പ് ഉണ്ട്, വാട്ടർ ഇൻ ഓയിൽ ടൈപ്പും ഓയിൽ ഇൻ വാട്ടർ ടൈപ്പും. ഇങ്ങനെ 4 ടോപ്പിക്ക് മാത്രമാണ് സർഫസ് കെമിസ്ട്രിയിൽ നമുക്ക് പഠിച്ചു വെക്കേണ്ടതുള്ളത്. അടുത്തത് 6ാമത്തെ ചാപ്റ്ററാണ്, മെറ്റലർജി എന്ന് പറയുന്ന ചാപ്റ്ററാണ്. മെറ്റലർജിയിൽ നമുക്ക് പഠിച്ചിരിക്കാൻ 5 ടോപ്പിക്കുകളാണ് തന്നിരിക്കുന്നത്. ഒന്ന്, കോൺസെൻട്രേഷൻ ഓഫ് ഓറിനെ കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള മെത്തേഡുകളുണ്ട്. 4 മെത്തേഡുണ്ട്. അതിലേതാ? ഒന്ന് ലെവിഗേഷൻ, 2 ഏതാ? ഫ്രോത്ത് ഫ്ലോട്ടേഷൻ, 3 പറയൂ, ലീച്ചിങ്, 4 മാഗ്നറ്റിക് സെപ്പറേഷൻ. ഈ 4 മെത്തേഡുകളിൽ ഒരു മെത്തേഡ് മാത്രമാണ് കെമിക്കൽ മെത്തേഡ്. അത് ലീച്ചിങ് ആണ്. അറിഞ്ഞിരിക്കണേ, വളരെ പ്രധാനമാണ്. ലീച്ചിങ് നടത്തുന്ന ഇത് ബോക്സൈറ്റിനെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ നമ്മൾ ലീച്ചിങ് എന്ന് പറയുന്ന മെത്തേഡാണ് യൂസ് ചെയ്യുക. ഓരോന്നും എന്താണെന്ന് മനസ്സിലാക്കിയിരിക്കണം. അടുത്തത് ക്രൂഡ് മെറ്റലിനെ കോൺസെൻട്രേറ്റഡ് ഓറിൽ നിന്ന് വേർതിരിക്കുന്ന എക്സാമ്പിൾ പറഞ്ഞ് മനസ്സിലാക്കിയിരിക്കണം. ക്രൂഡ് മെറ്റൽസ് ഉണ്ടാക്കിയത് എങ്ങനെയാണ്? നമുക്കറിയാം, മെറ്റൽ ഓക്സൈഡിൽ നിന്നാണ് ക്രൂഡ് മെറ്റൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് അറിഞ്ഞിരിക്കണം. എല്ലിംഹാം ഡയഗ്രാം മിനിമം അറിഞ്ഞിരിക്കേണ്ട കാര്യം, ഗിബ്സ് എനർജിയും ടെമ്പറേച്ചറും തമ്മിലുള്ള റിലേഷനാണ് എല്ലിംഹാം ഡയഗ്രാം. എന്നെങ്കിലും പഠിച്ചിരിക്കണം. അടുത്തത് ഹോൾ ഹെറാൾഡ് പ്രോസസ്സ്, അലൂമിനിയത്തിനെ എക്സ്ട്രാക്ട് ചെയ്യുന്ന ഹോൾ ഹെറാൾഡ് പ്രോസസ്സ് അറിഞ്ഞിരിക്കണം. അടുത്ത റിഫൈനിങ്. നമുക്കറിയാം, ക്രൂഡ് മെറ്റൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിലുള്ള ഇമ്പ്യൂരിറ്റീസിനെ റിമൂവ് ചെയ്യാനുള്ള മെത്തേഡാണ് റിഫൈനിങ്. അതിന് പല മെത്തേഡുണ്ട്. ഇലക്ട്രോലൈറ്റിക് മെത്തേഡുണ്ട്, പോളിംഗ് ഉണ്ട്. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു മെത്തേഡാണ് സോൺ റിഫൈനിങ്. ഇറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അത് അറിഞ്ഞിരിക്കണം. ഇത്ര മാത്രമാണ് മെറ്റലർജി എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമുക്ക് ഓർത്തിരിക്കേണ്ടത്. 7ാമത്തെ ചാപ്റ്റർ പി ബ്ലോക്ക് എലമെൻറ്റ്സ് ആണ്. പി ബ്ലോക്ക് എലമെൻറ്റ്സ് വളരെ ലെങ്തിയുള്ള ഒരു ചാപ്റ്ററാണ്. എങ്കിലും ആ ലെങ്ത്തുള്ള പി ബ്ലോക്ക് എലമെൻറ്റ്സ് എന്ന് പറയുന്ന ആ ചാപ്റ്ററിൽ നമുക്ക് 6 പോയിൻ്റ് മാത്രം പഠിച്ചു വെച്ചാൽ മതി. അതേതാ? ഒന്ന്,
അമോണിയയുടെ പ്രിപ്പറേഷൻ പഠിക്കണം. അമോണിയയുടെ പ്രിപ്പറേഷൻ അല്ലേ, ഹേബർ പ്രോസസ്സാണ്. അടുത്ത നൈട്രിക് ആസിഡിൻ്റെ പ്രിപ്പറേഷൻ. നൈട്രിക് ആസിഡിൻ്റെ ഏതാണ്? ഓസ്റ്റ്വാൾ പ്രോസസ്സാണ്. നൈട്രിക് ആസിഡ് പ്രിപ്പയർ ചെയ്യുന്നത് അമോണിയയിൽ നിന്നാണ് എന്നറിഞ്ഞിരിക്കണം. ആ നൈട്രിക് ആസിഡ് നൈട്രജൻ്റെ ഒരു ഓക്സോ ആസിഡാണ് എന്ന് മനസ്സിലാക്കിയിരിക്കണം. അടുത്ത ഫോസ്ഫറസ് ഹാലൈഡാണ്. PCl3യും PCl5വുമാണ് ഫോസ്ഫറസ് ഹാലൈഡ് എന്ന് പറയുന്നത്. അതിൻ്റെ പ്രിപ്പറേഷനും അതിൻ്റെ സ്ട്രക്ചറും അറിഞ്ഞിരിക്കണം. PCl3 പിരമിഡിലാണെങ്കിൽ PCl5 ട്രൈഗണൽ ബൈ പിരമിഡാണ്. അടുത്ത സൾഫ്യൂരിക് ആസിഡാണ്. സൾഫറിൻ്റെ ഒരു ഓക്സോ ആസിഡാണ്. കിങ് ഓഫ് കെമിക്കൽ എന്നറിയപ്പെടുന്ന ആളാണ്. സൾഫ്യൂരിക് ആസിഡിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. അത് പ്രിപ്പയർ ചെയ്യുന്ന മെത്തേഡാണ് കോണ്ടാക്റ്റ് പ്രോസസ്സ്. ഓക്കെ. അടുത്ത ഇൻ്റർ ഹാലജൻ കോമ്പൗണ്ടാണ്. ഹാലജനുകൾ, വ്യത്യസ്ത ഹാലജനുകൾ കൂടിച്ചേർന്നുണ്ടാകുന്ന കോമ്പൗണ്ടുകൾക്കാണ് ഇൻ്റർ ഹാലജൻ കോമ്പൗണ്ട് എന്ന് പറയുക. ഇത് 4 ടൈപ്പ് ഉണ്ട്. അത് ഏതൊക്കെയാണ്? X(X') എന്ന് തുടങ്ങിയിട്ട് 4 ഞാൻ വിശദീകരിക്കുന്നില്ല. അതിൻ്റെ എക്സാമ്പിൾ അറിഞ്ഞിരിക്കണം. അടുത്തത് ഗ്രൂപ്പ് 18 എലമെൻറ്റ് ആയ ഹാലജൻസിലെ നോബിൾ ഗ്യാസിലെ വളരെ പ്രധാനപ്പെട്ടൊരു മൂലകമാണ് സെനോൺ. സെനോണിൻ്റെ ഹാലൈഡുകളെ കുറിച്ച് അറിഞ്ഞിരിക്കണം. സീലിന് പകരം ഫ്ലോറിൻ ആണെങ്കിൽ XeF2, XeF4, XeF6 ഇതിൻ്റെയൊക്കെ പ്രിപ്പറേഷനും കൂടെ അറിഞ്ഞിരിക്കണം. ഓക്കെ, സിമ്പിളാണ്. അടുത്ത D ബ്ലോക്ക് ആൻഡ് F ബ്ലോക്ക് എലമെൻറ്റ്സ് ആണ്. 4 പോയിൻ്റ് മാത്രം അറിഞ്ഞിരുന്നാൽ മതി. അതിലൊന്ന് മാഗ്നറ്റിക് പ്രോപ്പർട്ടീസും കോമ്പൗണ്ട് ഫോമേഷനും കോംപ്ലക്സ് ഫോമേഷനും കാറ്റലൈറ്റിക് പ്രോപ്പർട്ടിയും. നമുക്കറിയാം D ബ്ലോക്ക് എലമെൻറ്റ്സിന് ഇഷ്ടം പോലെ ഒരു 13ഓളം പ്രോപ്പർട്ടി നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കാനുണ്ട്. പക്ഷേ അതിൽ നിങ്ങൾ എത്ര പഠിച്ചാൽ മതി? വെറും 4 പോയിൻ്റ്. D ബ്ലോക്ക് എലമെൻറ്റിൻ്റെ 4 പോയിൻ്റ് പഠിച്ചാൽ മതി. അതായത് മാഗ്നറ്റിക് പ്രോപ്പർട്ടി എന്താണ്? പാരാമാഗ്നറ്റിക് പ്രോപ്പർട്ടിയാണ് മോസ്റ്റ് ഓഫ് ദം D ബ്ലോക്ക് എലമെൻറ്റ്സ്. അത് കളേർഡ് കോമ്പൗണ്ട് ഉണ്ടാക്കുന്നുണ്ട്. എന്താ കാരണം? DD ട്രാൻസിഷനാണ്. കോംപ്ലക്സ് കോമ്പൗണ്ട് ഉണ്ടാക്കുന്നുണ്ട്. എന്താ കാരണം? D ബ്ലോക്ക് എലമെൻറ്റ്സിലെ മെറ്റൽസിന് സൈസ് കുറവാണ്. കാറ്റലൈറ്റിക് പ്രോപ്പർട്ടി കാണിക്കുന്നുണ്ട്. കാരണം അതിൻ്റെ സർഫസ് അഡ്സോർപ്ഷന് പ്രൊവൈഡ് ചെയ്യും എന്നീ തുടങ്ങിയ കാരണങ്ങളെ കൊണ്ട് ആ പ്രോപ്പർട്ടിയൊക്കെ കാണിക്കുന്നു. മാഗ്നറ്റിക് പ്രോപ്പർട്ടി പഠിക്കുമ്പോൾ പാരാമാഗ്നറ്റിക് പ്രോപ്പർട്ടി കാണിക്കുന്നു. അത് കാണാനുള്ള പാരാമാഗ്നറ്റിക്സം കാണിക്കുന്നതിന് നമ്മൾ ഉപയോഗിക്കുന്നൊരു ടേമാണ് മാഗ്നറ്റിക് മൊമെൻറ്റ്. അത് കാണാനുള്ള ഇക്വേഷനാണ് √n(n+2). n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് അൺപെയ്ഡ് ഇലക്ട്രോണാണ്. ഇതൊക്കെ അറിഞ്ഞിരിക്കണം. അടുത്ത പൊട്ടാസ്യം പെർമാംഗനേറ്റിൻ്റെയും പൊട്ടാസ്യം ഡൈക്രോമേറ്റിൻ്റെയും പ്രിപ്പറേഷൻ ഇറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അത് പഠിച്ചിരിക്കണം. അറ്റോമിക് സൈസും അയോണിക് സൈസും എങ്ങനെയാണ് D ബ്ലോക്കിൻ്റെയും F ബ്ലോക്കിൻ്റെയും കേസിൽ ഉണ്ടാകുന്നത്. അങ്ങനെ വന്നാൽ അവിടെ വളരെ പ്രധാനപ്പെട്ടൊരു പ്രോപ്പർട്ടി ഉണ്ട്. എന്താണത്? ലാന്തനോയിഡ് കൺട്രാക്ഷൻ, ആക്റ്റിനോയിഡ് കൺട്രാക്ഷൻ. ഇതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കണം. D ബ്ലോക്കിലെയും F ബ്ലോക്കിലെയും മൂലകങ്ങളുടെ ചില അപ്ലിക്കേഷൻസ് അറിഞ്ഞിരിക്കണം. അതായത് കാറ്റലിസ്റ്റായിട്ട് യൂസ് ചെയ്യും എന്നീ തുടങ്ങി പല ടൈപ്പ് അപ്ലിക്കേഷൻസ് ഉണ്ട്. അതും കൂടെ നോക്കിയിരിക്കും. ഇങ്ങനെ 4 പോയിൻ്റ് മാത്രമാണ് D ആൻഡ് F ബ്ലോക്ക് എലമെൻറ്റ്സിൽ നമുക്ക് പഠിക്കാനുള്ളത്. അടുത്ത 9ാമത്തെ ചാപ്റ്റർ കോർഡിനേഷൻ കോമ്പൗണ്ടാണ്. 4 പോയിൻ്റാണ് ഇതിലെ ഫോക്കസ് ഏരിയ ആയിട്ട് നിർണ്ണയിച്ചിട്ടുള്ളത്. കോർഡിനേഷൻ കോമ്പൗണ്ടിൻ്റെ നോമൻക്ലേച്ചർ, IUPAC നെയിമിംഗ് എങ്ങനെയാണ്? ഇറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. പിന്നെ കോർഡിനേഷൻ കോമ്പൗണ്ടിൽ ഐസോമറിസം, സ്ട്രക്ചറൽ ഐസോമറിസം ഉണ്ട്, സ്റ്റീരിയോ ഐസോമറിസം ഉണ്ട്. അതിൽ തന്നെ സ്റ്റീരിയോ ഐസോമറിസത്തിൽ ജോമെട്രിക്കൽ ഐസോമറിസം ഉണ്ട്, ഒപ്റ്റിക്കൽ ഐസോമറിസം ഉണ്ട്. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് പഠിച്ചിരിക്കണം. അടുത്തത് കോർഡിനേഷൻ കോമ്പൗണ്ടിൻ്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ പാരാമാഗ്നറ്റിസവും ഡയാമാഗ്നറ്റിസവും ഒക്കെ കാണിക്കുന്ന കേസുകളുണ്ട്. എന്തുകൊണ്ടാണ് എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക. പാരാമാഗ്നറ്റിസം അൺപെയ്ഡ് ഇലക്ട്രോൺ ഉള്ളതുകൊണ്ടാണ് അല്ലേ? ഡയാമാഗ്നറ്റിസം പെയ്ഡ് ഇലക്ട്രോൺ മാത്രം ഉള്ളതുകൊണ്ടാണ്. എങ്ങനെ പെയറിങ്ങിന് വരാൻ കാരണം? പെയറിങ് വരാൻ കാരണം സ്ട്രോങ് ലിഗാൻസ് വരുമ്പോഴാണ് എന്നുള്ളതൊക്കെ അറിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ കോർഡിനേഷൻ കോമ്പൗണ്ടിൻ്റെ അപ്ലിക്കേഷനും ഇത്രയും അറിഞ്ഞാൽ കോർഡിനേഷൻ കോമ്പൗണ്ടായി. അടുത്ത 10ാമത്തെ ചാപ്റ്റർ ഹലോ ആൽക്കെയിൻ ആൻഡ് ഹലോ അറീനാണ്. 5 മാർക്കിൻ്റെ വെയിറ്റേജ് മുൻ വർഷങ്ങളിലൊക്കെ വന്നിരുന്ന ഈ ചാപ്റ്ററിൽ ഒരു കാര്യം ഉറപ്പാണ്, ഈ വർഷം ഒരു 10 മാർക്കിൻ്റെ അടുത്ത് മാർക്കയിൽ വരാൻ സാധ്യതയുണ്ട്. കാരണം ഓപ്ഷൻസ് കൂടുമ്പോൾ. അപ്പോൾ അതിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി എന്നറിയോ? 5 പോയിൻ്റ് പഠിച്ചിരുന്നാൽ മതി. ആൽക്കഹോളിൽ നിന്ന് എങ്ങനെയാണ് ഹലോ ആൽക്കെയിൻ പ്രിപ്പയർ ചെയ്യുക? 1ാമത്തെ പോയിൻ്റ്. ഹൈഡ്രോ കാർബണിൽ നിന്ന് എങ്ങനെയാണ് ഹലോ ആൽക്കെയിൻ പ്രിപ്പയർ ചെയ്യുക? ഓക്കെ.
അടുത്ത ഹലോ ആൽക്കീൻ്റെ റിയാക്ഷൻസ്, ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ, അതന്നെ SN1 SN2 ഓർത്തിരിക്കണം, ആ ഡിഫറൻസും പഠിച്ചിരിക്കുക. ഓക്കെ. ഹലോ അറീൻ്റെ റിയാക്ഷൻസ്, അതിൽ വളരെ പ്രധാനപ്പെട്ട ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ മാത്രം പഠിച്ചാൽ മതി. അതുപോലെ ട്രൈക്ലോറോമീതെയിൻ എന്ന് പറയുന്ന ക്ലോറോഫോമിനെ കുറിച്ച് പഠിക്കണം. ട്രൈക്ലോറോമീതെയിൻ എന്ന് പറയുന്ന ക്ലോറോഫോം, അതിൻ്റെ പ്രത്യേകത, ക്ലോറോഫോം ബ്രൗൺ ബോട്ടിലാണ് കീപ്പ് ചെയ്യുന്നത്. അത് തന്നെ ഫില്ല് ചെയ്ത് വെക്കണം. എന്തിനാണ്? ക്ലോറോഫോം ഫില്ല് ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ അത് ഓക്സിജനായിട്ട് പ്രവർത്തിച്ച് ഫോസ്ജീൻ എന്ന് പറയുന്ന വിഷവാതകം ഉണ്ടാകും എന്ന കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. ഓക്കെ. അടുത്ത ആൽക്കഹോൾ, ഫീനോൾ ആൻഡ് ഈതേഴ്സ് എന്ന് പറയുന്ന 11ാമത്തെ ചാപ്റ്ററിൽ നമുക്ക് ആകെ 6 പോയിൻ്റ് പഠിച്ചാൽ മതി. ആൽക്കഹോളിൻ്റെ പ്രിപ്പറേഷൻ, ആൽക്കഹോളിൻ്റെ പ്രിപ്പറേഷൻ ഒരുപാട് പഠിക്കാനുണ്ട്, പക്ഷേ എല്ലാം വേണ്ട. നമുക്ക് 3 കോമ്പൗണ്ടിൽ നിന്ന് ആൽക്കഹോൾ ഉണ്ടാക്കുന്നത് മാത്രം പഠിച്ചാൽ മതി. ഒന്ന് ആൽക്കീനിൽ നിന്ന്, അതുപോലെ കീറ്റോണിൽ നിന്നും, ആൽഡിഹൈഡിൽ നിന്നും, അതുപോലെ ഗ്രിഗ്നാർഡ് റിയേജൻറ്റിൽ നിന്നും. ആ ഗ്രിഗ്നാർഡ് റിയേജൻ്റ് എന്നൊക്കെ വളരെ പ്രധാനമാണത്. ആ പ്രിപ്പറേഷൻ നമുക്കറിയാം. ഗ്രിഗ്നാർഡ് റിയേജൻറ്റും കാർബണിൽ കോമ്പൗണ്ടും തമ്മിലുള്ള റിയാക്ഷൻ നടത്തുമ്പോൾ പ്രൈമറി, സെക്കൻഡറി, ടെർഷറി ആൽക്കഹോളൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന മെത്തേഡ് ഉണ്ടല്ലോ, അത് പഠിച്ചു നോക്കണം. അടുത്ത ഫീനോളിൻ്റെ പ്രിപ്പറേഷൻ, ഹലോ അറീനിൽ നിന്നും ഡയസോണിയം സോൾട്ട് ഒന്നും ഉണ്ടാക്കുന്നത് മാത്രം പഠിച്ചാൽ മതി. ഫീനോൾ ഉണ്ടാക്കാൻ ഒരുപാട് മെത്തേഡ് ഉണ്ട്, അതിൽ 2 പഠിച്ചാൽ മതി. കെമിക്കൽ റിയാക്ഷൻസ്, അതായത് ആൽക്കഹോൾ ലൂക്കാസ് ടെസ്റ്റ് നടത്തിയിട്ട് പ്രൈമറി ആണോ, സെക്കൻഡറി ആണോ, ടെർഷറി ആണോ എന്നറിയുന്ന ആ ടെസ്റ്റ്. അതുപോലെ ഡീഹൈഡ്രേഷൻ, നൈട്രേഷൻ ഓഫ് ഫീനോൾ, റീമർ ട്രീമൻ റിയാക്ഷൻ, ഇത് മാത്രം പഠിച്ചാൽ മതി കെമിക്കൽ റിയാക്ഷനിൽ. കൊമേഴ്ഷ്യലി ഇമ്പോർട്ടൻ്റ് ആയ ആൽക്കഹോളാണ് എത്തനോൾ. എത്തനോൾ നമുക്കറിയാം, ഈ ബിവറേജസിലൊക്കെ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നതാണ് എത്തനോൾ. അതിൻ്റെ ആ പ്രിപ്പറേഷൻ മാത്രം ഒന്ന് പഠിച്ചാൽ മതി, അതിൻ്റെ ഒന്നൊരു പ്രോപ്പർട്ടീസും. അതുപോലെ ഈതേഴ്സിൻ്റെ പ്രിപ്പറേഷൻ, ഒറ്റ പ്രിപ്പറേഷൻ പഠിച്ചാൽ മതി, വില്യംസൺ സിന്തസിസ്. ഓക്കെ. അതുപോലെ ആ ഈതറിൻ്റെ ഒരു ഒറ്റ കെമിക്കൽ റിയാക്ഷൻ, ഫ്രീഡൽ ക്രാഫ്റ്റ്സ് റിയാക്ഷൻ മാത്രം അറിഞ്ഞിരുന്നാൽ മതി. അപ്പോൾ വളരെ സിമ്പിളാണ്. നമുക്ക് ഫുൾ മാർക്ക് ആ ചാപ്റ്ററിൽ നിന്നും വാങ്ങാൻ പറ്റുന്ന രൂപത്തിൽ 6 പോയിൻ്റ് മാത്രമാണ് 11ാമത്തെ ചാപ്റ്ററിൽ നിന്ന് ഫോക്കസ് ഏരിയ ആയിട്ട് വന്നിട്ടുള്ളത്. അടുത്ത ചാപ്റ്ററിലേക്ക് പോയാലോ? 12ാമത്തെ ചാപ്റ്റർ. നമുക്കറിയാം ഒരുപാട് ടോപ്പിക് ഉണ്ട്. അതിൽ ആൽഡിഹൈഡ്, കീറ്റോൺ, കാർബോക്സിലിക് ആസിഡ് എന്ന് പറയുന്ന ആ ചാപ്റ്ററിൽ ഒരുപാട് ടോപ്പിക് ഉണ്ട്. പക്ഷേ നമുക്ക് പഠിക്കാൻ വെറും 4 ടോപ്പിക്കുകൾ മാത്രമാണുള്ളത്. അതിലൊന്ന് പ്രിപ്പറേഷൻ ഓഫ് ആൽഡിഹൈഡ് ആൻഡ് കീറ്റോൺ. ഏതൊക്കെ രൂപത്തിൽ പ്രിപ്പയർ ചെയ്യണം എന്നുള്ള ബ്രാക്കറ്റ് കൊടുത്തുന്നതാണ്. ആൽക്കഹോളിൻ്റെ ഓക്സിഡേഷൻ നടത്താം, ഹൈഡ്രോജനേഷൻ നടത്താം, റോസൻമണ്ട് റിഡക്ഷൻ നടത്താം, എറ്റാഡ് റിയാക്ഷൻ നടത്താം, ഗെറ്റർമെൻ കോച്ച് റിയാക്ഷൻ നടത്താം, ഫ്രീഡൽ ക്രാഫ്റ്റ്സ് റിയാക്ഷൻ നടത്താം. ഇതിലൂടെയൊക്കെ ആൽഡിഹൈഡും കീറ്റോണും ഉണ്ടാക്കുന്നത് പഠിച്ചു നോക്കണം. അതല്ലാത്ത മെത്തേഡൊന്നും വേണ്ട. കെമിക്കൽ റിയാക്ഷൻസ്, റിഡക്ഷനും ഓക്സിഡേഷനും ആൾഡോൾ കണ്ടൻസേഷനും കാനിസാറോ റിയാക്ഷനും, ഈ 4 മാത്രം പഠിച്ചാൽ മതി. 9 പോയിൻ്റ് ക്വസ്റ്റ്യനിലുണ്ട്, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. പക്ഷേ ഇവിടെ 4 മാത്രം പഠിച്ചാൽ മതി. ഓക്കെ. മറ്റൊന്ന് കാർബോക്സിലിക് ആസിഡിൻ്റെ പ്രിപ്പറേഷൻ, ആൽഡിഹൈഡിൽ നിന്നും കീറ്റോണിൽ നിന്നും ഉണ്ടാക്കുന്നതും പഠിക്കണം. അതോടൊപ്പം ആൽക്കൈൽ ബെൻസീനിൽ നിന്ന് ഉണ്ടാക്കുന്നത് പഠിക്കണം. കാരണം ടൊളുവിനിൽ നിന്ന് ബെൻസോയിക് ആസിഡ് ഉണ്ടാക്കുന്ന റിയാക്ഷൻ ഉണ്ട്, അത് പഠിച്ചാൽ മതി. അടുത്ത കെമിക്കൽ റിയാക്ഷൻസ്, കാർബോക്സിലിക് ആസിഡിന് ആസിഡിറ്റി ഉണ്ടാവാനുള്ള കാരണം എന്താണ്, അവ അമോണിയായിട്ട് പ്രവർത്തിക്കുമ്പോൾ എന്താണ് ഉണ്ടാവുക, കോൾപ്സ് ഇലക്ട്രോളിസിസ് നടത്തിയാൽ എന്താണ് നടക്കുക, HVZ റിയാക്ഷൻ നടത്തിയാൽ എന്ത് നടക്കും, റിംഗ് സബ്സ്റ്റിറ്റ്യൂഷനിൽ എന്താണ് ഉണ്ടാവുക. അതായത് റിംഗ് സബ്സ്റ്റിറ്റ്യൂഷൻ നമുക്കറിയാം, അത് മെറ്റാ ഡയറക്റ്റിംഗ് ആണ്, COOH ഗ്രൂപ്പ്. അപ്പം നടക്കുന്ന റിയാക്ഷൻ എന്താണ്, അതിൻ്റെ പ്രോഡക്റ്റ് എന്താണ് എന്ന് അറിഞ്ഞിരിക്കാം. അടുത്ത 13ാമത്തെ ചാപ്റ്റർ അമീൻസ് ആണ്. അമീൻസിൽ വെറും 3 പോയിൻ്റ് പഠിക്കാനുള്ളൂ. അമീൻസിൻ്റെ പ്രിപ്പറേഷൻ ഒരുപാട് മെത്തേഡ് പറയുന്നുണ്ട്, പക്ഷേ 3 മെത്തേഡ് നമ്മൾ പഠിക്കണം. നൈട്രൈലിനെ റിഡക്ഷൻ നടത്തുന്നത്, അമൈഡിനെ റിഡക്ഷൻ നടത്തുന്നത്, ഹോഫ്മാൻ ബ്രോമമൈഡ് റിയാക്ഷൻ. ഇറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഹോഫ്മാൻ ബ്രോമമൈഡ്. അമീൻസിലെ 2ാമത്തെ പോയിൻ്റ് അമീൻസിൻ്റെ കെമിക്കൽ റിയാക്ഷൻസ് ആണ്. കാർബിലമിൻ റിയാക്ഷനും ഹിൻസ്ബർഗ് ടെസ്റ്റും ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷനും, ഈ 3 പഠിച്ചാൽ മതി. ഹിൻസ്ബർഗ് ടെസ്റ്റ് എന്ന് പറയുന്നത് അമീൻസിനെ ഡിസ്റ്റിങ്ക്റ്റ് ചെയ്യാൻ, പ്രൈമറി, സെക്കൻഡറി, ടെർഷറി അമീൻസിനെ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ടെസ്റ്റാണ് എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതിലെ 3ാമത്തെ പോയിൻ്റ് കെമിക്കൽ റിയാക്ഷൻസ് ഓഫ് ഡയസോണിയം സോൾട്ടാണ്.
സാൻമേയേഴ്സ് റിയാക്ഷനും കപ്ലിംഗ് റിയാക്ഷനും മാത്രം പഠിച്ചാൽ മതി, ഡൈസോണിയം കോമ്പൗണ്ടിൻ്റെ റിയാക്ഷൻസ് ആയിട്ട്. ഓക്കെ, 14ാമത്തെ ചാപ്റ്ററിലേക്ക് വരാം. ബയോമോളിക്യൂൾ. ബയോമോളിക്യൂളിൽ നിന്ന് നിങ്ങൾ 6 പോയിൻ്റ് പഠിച്ചാൽ മതി. കാർബോഹൈഡ്രേറ്റിനെ ക്ലാസിഫൈ ചെയ്യുന്നത് നമുക്കറിയാം. കാർബോഹൈഡ്രേറ്റിനെ മോണോസാക്രൈഡ്, ഡൈസാക്രൈഡ്, ട്രൈസാക്രൈഡ് എന്നൊക്കെ പറയുന്ന പോലെ വളരെ സിമ്പിളായിട്ട് 2 ആക്കി തിരിക്കാം അല്ലേ. മോണോസാക്രൈഡ്, ഒലിഗോസാക്രൈഡ്, തേർഡ് വൺ പോളിസാക്രൈഡ്. അപ്പോൾ കാർബോഹൈഡ്രേറ്റിനെ 3 ആക്കി തിരിച്ചു: മോണോസാക്രൈഡ്, ഒലിഗോസാക്രൈഡ്, പോളിസാക്രൈഡ്. ആ ക്ലാസിഫിക്കേഷനും അതിൻ്റെ എക്സാമ്പിളും മാത്രം പഠിച്ചാൽ മതി. ഓക്കെ, അടുത്തത് മോണോസാക്രൈഡിൽ തന്നെ ഗ്ലൂക്കോസ് സുക്രോസിൽ നിന്ന് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം. ഗ്ലൂക്കോസ് സുക്രോസിൽ നിന്ന് പ്രിപ്പയർ ചെയ്യുന്നത് മാത്രം പഠിച്ചാൽ മതി. ഡൈസാക്രൈഡിൽ ഗ്ലൈക്കോസൈഡിക് ലിങ്കേജ് എന്ന് പറയുന്ന ഓ ലിങ്ക്, ഓയുടെ അപ്പുറം ഇപ്പുറം ഈതറിനെ പോലെ 2 മോണോസാക്രൈഡ് യൂണിറ്റ് ജോയിൻ ചെയ്ത് നിൽക്കുന്ന ഓക്സിജൻ ലിങ്കിനാണ് ഗ്ലൈക്കോസൈഡിക് ലിങ്കേജ് എന്ന് പറയാം. ആ ലിങ്കേജ് പൊട്ടുമ്പോഴാണ് എന്ത് ചെയ്യും, ഷുഗർ ഗ്ലൂക്കോസും ഫ്രക്ടോസും ആയിട്ട് മാറുന്നത് അല്ലേ. അങ്ങനെ മാറുമ്പോൾ ചില റിയാക്ഷൻസ് അവിടെ നടക്കുന്നുണ്ട്. ആ മിക്സറിന് ഇൻവെർട്ട് ഷുഗർ എന്ന് പറയാറുണ്ട്, അതും കൂടെ അറിഞ്ഞിരിക്കണം. സ്റ്റാർച്ചും ഗ്ലൈക്കോജനും പോളിസാക്രൈഡിന് എക്സാമ്പിളാണ്. അവയുടെ സ്ട്രക്ചറൽ ഫീച്ചേഴ്സ് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കണം, ഒറ്റ പോയിൻ്റ് പഠിച്ചാൽ മതി. അടുത്ത പ്രോട്ടീൻ്റെ ഡീനാച്ചുറേഷൻ. പ്രോട്ടീൻ കേടുവരിക, പ്രോട്ടീൻ്റെ യഥാർത്ഥ സ്വഭാവം മാറുക, ഇതിനാണ് ഡീനാച്ചുറേഷൻ ഓഫ് പ്രോട്ടീൻ എന്ന് പറയാം. എഗ്ഗ് നമ്മളൊന്ന് ബോയിൽ ചെയ്താൽ അത് ഡീനാച്ചുറേഡായിട്ട് മാറും ഇല്ലേ, അതൊക്കെ അതിന് എക്സാമ്പിളാണ്. അടുത്തത് ന്യൂക്ലിക് ആസിഡിൻ്റെ കെമിക്കൽ കോമ്പിനേഷൻ. ന്യൂക്ലിക് ആസിഡിൽ 3 ആളാണ് ഉള്ളത് എന്നൊക്കെ നമുക്കറിയാം. ആരാ 3 ആൾ? നൈട്രജൻ ബേസ്, ഫോസ്ഫേറ്റ്, പിന്നെ ഷുഗർ. ഈ 3 കൂടിയതാണ് ന്യൂക്ലിക് ആസിഡ് എന്ന് പറയുന്നത് അല്ലേ. ന്യൂക്ലിയോറ്റൈഡ് എന്ന് പറയുന്നത്, കുറേ ന്യൂക്ലിയോറ്റൈഡ് കൂടുമ്പോഴാണ് ന്യൂക്ലിക് ആസിഡായിട്ട് മാറുന്നത്, അതറിഞ്ഞിരിക്കണം. അടുത്ത 15ാമത്തെ ചാപ്റ്റർ പോളിമേഴ്സ്. പോളിമേഴ്സിൽ വെറും 3 ടോപ്പിക്ക് മാത്രം നമ്മൾ പഠിച്ചാൽ മതി. ഒന്ന് പോളിമറിൻ്റെ ക്ലാസിഫിക്കേഷൻ, അഡീഷൻ ആൻഡ് കണ്ടൻസേഷൻ പോളിമർ. ആ ബ്രാക്കറ്റിൽ കൊടുത്ത ആ പോളിമറുകളെക്കുറിച്ച് ടെഫ്ലോൺ അതിൻ്റെ മോണോമർ പഠിക്കണം, നൈലോൺ 6ൻ്റെ മോണോമർ പഠിക്കണം, നൈലോൺ 66ൻ്റെ മോണോമർ പഠിക്കണം, PVCയുടെ മോണോമർ പഠിക്കണം, പോളിസ്റ്റൈറീൻ്റെ മോണോമർ അറിയണം, പോളിത്തീൻ അതിൻ്റെ മോണോമർ അറിയണം. ഒരു ബുദ്ധിമുട്ടുമില്ല. പോളിത്തീൻ്റെ എത്തിലീനാണ്, പോളിസ്റ്റൈറീൻ്റെ സ്റ്റൈറീനാണ്, PVCയുടേത് VC ആണ്, വിനൈൽ ക്ലോറൈഡാണ്, നൈലോൺ 6ന് കാപ്രോലാക്റ്റമാണ്, നൈലോൺ 66ന് 2 പേരുണ്ട്. അത് ആരാന്ന് നിങ്ങളൊന്ന് ഓർത്തു വെക്കണം. ടെഫ്ലോൺ അറിയോ, CF2 ഡബിൾ ബോണ്ട് CF2 ആണ്. ഇതൊക്കെ അറിഞ്ഞിരിക്കാം. അടുത്ത റബ്ബർ, 2 ടൈപ്പ് റബ്ബറുണ്ട്, സിന്തറ്റിക് റബ്ബറും നാച്ചുറൽ റബ്ബറും. നാച്ചുറൽ റബ്ബർ എന്ന് പറഞ്ഞാൽ ഐസോപ്രീൻ എന്ന് പറയുന്ന മോണോമറുകളുടെ പോളിമറാണ്. വൾക്കനൈസേഷൻ, നാച്ചുറൽ റബ്ബറിലേക്ക് സൾഫർ ചേർക്കുന്നതിനെയാണ് വൾക്കനൈസേഷൻ എന്ന് പറയുന്നത്. എന്തിനാണ് സൾഫർ ചേർക്കുന്നത്? സൾഫർ ചേർക്കുമ്പോൾ നാച്ചുറൽ റബ്ബറിന് ഹാർഡ്നെസ് കൂടും, അത് നല്ല സ്ട്രോങ് ആവും, ഡ്യൂറബിളാകും, അതോടൊപ്പം ഫ്രിക്ഷനെ അത് റെസിസ്റ്റ് ചെയ്യും. ഇതൊക്കെ പ്രധാനമാണ്. വൾക്കനൈസേഷൻ്റെ ഗുണം എന്താണെന്നൊക്കെ ചോദിക്കും. സൾഫർ ആഡ് ചെയ്യലാണ് വൾക്കനൈസേഷൻ. ബയോഡീഗ്രേഡബിൾ പോളിമറിനെ കുറിച്ച് 2 എക്സാമ്പിൾ അറിയണം. എന്തിനാണ് ബയോഡീഗ്രേഡബിൾ പോളിമർ? ഇതറിഞ്ഞിരിക്കണം. എന്തിനാണ് പോളിമേഴ്സ് ഇങ്ങനെ പോളിത്തീനും മറ്റുമൊക്കെ ആയിട്ട് പ്ലാസ്റ്റിക് വേസ്റ്റുകൾ അങ്ങനെ അക്യുമുലേറ്റ് ചെയ്യുകയാണ് പ്രകൃതിയിൽ, മണ്ണിൽ. അതൊഴിവാക്കാൻ വേണ്ടിയിട്ട് മണ്ണിൽ ദഹിപ്പിക്കുന്ന പോളിമറുകൾ ആവശ്യമാണ്. അപ്പോൾ ആ പോളിമറുകളുടെ 1-2 എക്സാമ്പിൾ പഠിച്ചു വെക്കുക. എന്താണ് അതിൻ്റെ പ്രത്യേകത എന്ന് മനസ്സിലാക്കുക. ഇങ്ങനെ 15 ചാപ്റ്റർ മതി. 16ാമത്തെ കെമിസ്ട്രി ഇൻ എവരിഡേ ലൈഫ് എന്ന് പറയുന്നൊരു ചാപ്റ്റർ ഉണ്ട്. അത് തൽക്കാലം നമുക്ക് ഈ വർഷം ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ എപ്പിസോഡ് നമുക്കിവിടെ അവസാനിപ്പിക്കാം. ഓരോ ടോപ്പിക്കും നമുക്കിങ്ങനെ തുടർന്നുള്ള ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യാം. സോളിഡ് സ്റ്റേറ്റ്, അതുപോലെ ഇലക്ട്രോ കെമിസ്ട്രി, സൊല്യൂഷൻ, ഇങ്ങനെ പതുക്കെ നമുക്ക് ഡിസ്കസ് ചെയ്ത് വരാം. അപ്പോൾ ഏകദേശം ഒരു ധാരണ നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് മൊത്തം കെമിസ്ട്രിയുടെ ടോപ്പിക്കിനെ കുറിച്ച് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു. പ്രിയപ്പെട്ട മക്കളെ, നന്നായി ടൈം എടുത്ത് ഈ ഫോക്കസ് ഏരിയ മനസ്സിലാക്കി വെക്കുക,
100% മാർക്ക് ലഭിക്കാൻ പോകുന്ന ഒരു നല്ലൊരവസരം നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുകയാണ്. ഈ അവസരം നിങ്ങൾ തട്ടിക്കളയരുത്. അവസരം നമ്മുടെ മുന്നിൽ വന്ന് ഇങ്ങനെ തട്ടി വിളിക്കുകയാണ്, മുട്ടി വിളിക്കുകയാണ്. തുറക്കൂ 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 എന്ന് പറഞ്ഞിട്ട് മുട്ടി വിളിക്കുകയാണ്. നമ്മുടെ റൂമിനകത്ത്, നമ്മുടെ വീടിനകത്ത് വന്നിട്ടൊരവസരം വന്ന് മുട്ടി വിളിക്കുന്നു. ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി എന്നാണ് ഇതിന് പറയുക, സുവർണാവസരം. ഈ സുവർണാവസരം മുതലാക്കി ഏറ്റവും നല്ല മാർക്ക് വാങ്ങാൻ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോയുടെ തൊട്ട് താഴേക്ക് നോക്കുമ്പോൾ സബ്സ്ക്രൈബ് ബട്ടൺ കാണാം, അത് ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കളായ ആളുകൾക്ക് 10 പേർക്കെങ്കിലും നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ഉപകാരപ്പെടട്ടെ. തുറന്നുള്ള ഡിസ്കഷൻ, മാർച്ച് മാസം 17 ആരംഭിക്കുന്ന നമ്മുടെ പരീക്ഷയ്ക്ക് ആവശ്യമായ വിഭവങ്ങൾ ഒരുക്കാൻ തുറന്നുള്ള ഓരോ ചാപ്റ്റേഴ്സും ഞാൻ ഈ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യും. നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. വാട്സപ്പിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു. സന്തോഷം ഇത്രയും സമയം ഇത് കേട്ടതിന്, കാര്യങ്ങൾ മനസ്സിലാക്കിയതിന്. ഓക്കെ, താങ്ക് യു. കീപ്പ് ഇൻ ടച്ച്.